വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഉപ്പുമുളകിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയൊരു കഥാപാത്രത്തെ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപർണ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതായത് ബാലുവിൻ്റെ എഞ്ചിനീയറിൻ്റെ വൈഫ് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം. അപ്പോൾ ഇതിലെന്താണ് പുതിയതായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു എപ്പിസോഡ് ഏകദേശം ഒരു സീരിയസ് മോഡിൽ പോകുന്നൊരു എപ്പിസോഡായിരുന്നു. ഒരു കോമഡി സിറ്റ്കോം ആയിട്ടുള്ളൊരു എപ്പിസോഡ് പോലെ തോന്നിയില്ല. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡും വരുന്നത്. ഇതേപോലെ തന്നെയാണ് സീസൺ 2 ആദ്യം സംഭവിച്ചത്. സീസൺ 2 സിറ്റ്കോമിൽ നിന്ന് സീരിയലിലോട്ട് മാറുന്നതിന് മുമ്പായിട്ട് ഇങ്ങനത്തെ ചില എപ്പിസോഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സീരിയസ് മോഡിൽ പോകുന്നത് പോലെ. അതിനുശേഷം വന്ന എപ്പിസോഡുകളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട്, അതായത് സിനിമയിൽ പോലും നടക്കാൻ പറ്റാത്തൊരു കണ്ടൻറ്റൊക്കെ ആയിരുന്നു. പ്രേതവും അധോലോകവും അങ്ങനത്തെ ചില കണ്ടൻറ്റുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ മുളകിൽ സീസൺ 2 ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോഴും സീസൺ 3 സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം. അതായത് ഹൈമവതി എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു സീസൺ 2. ഹൈമവതി എന്നൊരു കഥാപാത്രത്തിൻ്റെ തുടക്കത്തിൽ ഉപ്പുമുളകിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ സീസൺ 3 അപർണ എന്നൊരു കഥാപാത്രം. രണ്ടുപേർക്കും വലിയ വ്യത്യാസമൊന്നും കാണിച്ചിട്ടില്ല. ഏകദേശം ഒരേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒരേ ടോണും ഒരേ ക്യാരക്ടറൈസേഷനൊക്കെ തന്നെയാണ് ഈ രണ്ട് കഥാപാത്രത്തിനുമുള്ളത്. അപ്പോൾ സീസൺ 3 ഒരു ഹൈമവതിയെ പോലത്തെ ഒരു കഥാപാത്രമായി ഇനി അപർണ മാറുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ ഒരു കഥാപാത്രം ആ ഒരു രീതിക്ക് ഉപ്പുമുളകിൽ കൊണ്ടുപോകുന്നത്, അതായത് ഒരു വില്ലനിക് കഥാപാത്രമായിട്ട് ഉപ്പുമുളകിൽ കൊണ്ടുപോകുന്നത് പ്രേക്ഷകർ അന്ന് തന്നെ ഭയങ്കരമായിട്ട് എതിർത്തതാണ്. അതിൻ്റെ പേരിലായിരുന്നു മുടിയൻ ഇറങ്ങിപ്പോയതില്ല. അപ്പോൾ അതേപോലത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇനിയും സംഭവിക്കുമോ എന്ന രീതിക്കൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് 2 ദിവസത്തെ കണ്ടന്റ് മാത്രമായിരിക്കും. അതിനുശേഷം നോർമലായിട്ട് ഉപ്പുമുളകും പോകാനും ചാൻസസ് കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഉപ്പുമുളകിൽ ആർട്ടിസ്റ്റുകളുടെ കുറവുണ്ട്. ലച്ചുവും നീലും ശിവാനി ലീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് എപ്പിസോഡ് ഫില്ലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ആഡ് ഓൺ മാത്രമായിരിക്കാം ഈ ഒരു അപർണ എന്നൊരു കഥാപാത്രം. ഇതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. ഈ 2 ദിവസത്തെ കണ്ടന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പുമുളകും വിട്ട് ആ ഒരു കഥാപാത്രത്തെ ഒഴിവാക്കാനും ചാൻസസ് ഉണ്ട്. അതായത് ഉപ്പുമുളകിൻ്റെ ഈ ഒരു ഫാൻ ബേസ് വെച്ചിട്ട് അതിലൊരു നെഗറ്റീവ് കഥാപാത്രങ്ങളെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ സീസൺ 2 ആ ഒരു സമയത്ത് ഒരു സീരിയൽ ടൈപ്പ് പോലെ ആക്കാതെ നോർമലായിട്ട് സിറ്റ്കോം പോലെ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമെന്നാണ് എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായം. ഏതായാലും ഈ ഒരു അപർണ എന്നൊരു കഥാപാത്രത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് ഹൈമവതി എന്നൊരു കഥാപാത്രത്തെ ഓർമ്മ ഒന്നും ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉപ്പുമുളകും ഒരു സിറ്റ്കോം ആയിട്ടാണോ അതോ സീരിയലായിട്ടാണോ കാണാൻ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.